15 വർഷമായിട്ട് പുറത്തേക്ക് പോലും ഇറങ്ങാതെ ഇരിക്കുവാന്ന് അറിഞ്ഞു. കാണാൻ വേണ്ടി കൊതിച്ചിരിക്കും. സന്തോഷമായോ? ഹാപ്പി ആയോ? ഹലോ, നമസ്കാരം. അച്ചായൻസ് കോളേജ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്കിച്ചൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ വന്നിരിക്കുന്നത് 2 കാലിനും പോളിയോ ബാധിച്ച് പുറലോകം പോലും കാണാതെ ഇരിക്കുന്ന ഒരു ചേച്ചിയും ആ ചേച്ചിയുടെ മോള് +2 പഠിക്കുകയാണ്. ആ കൊച്ച് വളരെ ബുദ്ധിമുട്ടി അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. അവരെ സഹായിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാം. ബാ. അമ്മയ്ക്ക് അറിയോ? കാണാൻ വേണ്ടി കൊതിച്ചിരിക്കും. 15 വർഷമായിട്ട് പുറത്തേക്ക് പോലും ഇറങ്ങാതെ ഇരിക്കുവാന്ന് അറിഞ്ഞു. ഈ വീട്ടിനുള്ളിൽ, ഈ ചെറിയ വീടിനുള്ളിൽ എനിക്ക് തോന്നുന്ന എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് ഈ വീടിനുള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കുവായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ നിങ്ങളെയൊക്കെ ഒന്ന് വെളിയിലെത്തിക്കാനും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയാനുമാണ് വന്നിരിക്കുന്നത്. എന്നോടൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. എന്നാ പറഞ്ഞത്? വീൽ ചെയർ വേണം. അപ്പൊ വീൽ ചെയർ വേണം, വീൽ ചെയർ കൊണ്ടുവരണം. ഞാൻ കോട്ടയത്ത് നിന്ന് വീൽ ചെയറുമായിട്ടും കൂടെ ഇങ്ങോട്ട് വരുന്നത്, മനസ്സിലായല്ലോ. അപ്പൊ അതും തന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടേ ഞാൻ പോവുള്ളൂ, കേട്ടോ. ചേച്ചിക്ക് ഏറ്റവും നല്ലൊരു വീൽ ചെയർ തന്നെ, കേട്ടോ. കോട്ടയത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇലക്ട്രിക് ആണ്. മുന്നോട്ടും പുറകോട്ടും പോവാം. എല്ലാ കാര്യങ്ങളും നോക്കി ഇവിടെ സ്വസ്ഥമായിട്ട് ഈ പറമ്പിൽ കൂടെ ഒക്കെ നടക്കുന്നത് എനിക്ക് കാണണം, മനസ്സിലായി. അതിനാണ് ഞാൻ ഇത്രയും ദൂരം തിരുവനന്തപുരം വരെ ഓടി വന്നത്, മനസ്സിലായല്ലോ. എന്നെ ഇവിടെ ഒന്ന് ഇരിക്കാവോ? എനിക്കൊന്ന് കാണാനാ. സന്തോഷമായോ? ഹാപ്പി ആയോ? 15 വർഷമായിട്ട് പുറത്തിറങ്ങാതിരിക്കുന്ന ഇവിടുത്തെ അധികാരികളൊന്നും കണ്ടില്ല. അറിയാമല്ലോ, പറഞ്ഞിടത്തിന് ഇതുപോലെ ഇലക്ട്രോണിക് ടീച്ചറിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ നോക്കാന്ന് പറഞ്ഞു. നോക്കിയിട്ട് ഇതുവരെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. നമ്മൾ ഒരു സ്ഥലങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഞാൻ എവിടെ പോയെന്ന് പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കോട്ടയംകാരാണ്. കോട്ടയത്ത് ചെയ്യണമെന്ന് അവരൊരിക്കലും പറയുന്നില്ല. എല്ലായിടത്തും പോയി ചെയ്യണമെന്ന് തന്നെയാണ്. എല്ലാ ജില്ലകളും, കേരളം മുഴുവൻ പോയി ചെയ്യണമെന്നാണ് എൻ്റെ കോട്ടയംകാർ എന്നോട് എപ്പോഴും പറയുന്നത്. എൻ്റെ സന്തോഷമുണ്ട് നമുക്ക് തിരുവനന്തപുരത്തായാലും ഇങ്ങനെ വന്ന് ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ ചേച്ചിയുടെ വരുമാന മാർഗം എന്താണ്? പെൻഷൻ കൊണ്ട് മാത്രമാണ് ഈ കൊച്ചിനെ പഠിപ്പിക്കുന്നത്? പെൻഷൻ ഉണ്ടായിരുന്നു, വേറെ വരുമാനമൊന്നുമില്ല. നമ്മളെ എപ്പോഴും ചിന്തിക്കുക, ഇങ്ങനെയുള്ള ഈ ഉള്ളിലൊക്കെ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഇവരെ പുറം ലോകം ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഇവരെ പോലെ ഉള്ളവരെ മുമ്പിൽ കൊണ്ടുവരുന്ന എന്താന്ന് ചോദിച്ചാൽ ഇവരിങ്ങനെ ജീവിക്കേണ്ടവരല്ലേ, ഇവരും വെളിയിൽ വരണം. 10 വരെ അനാഥാലയത്തിൽ നിന്നാണ് പഠിച്ചത്. 10 വരെ അല്ലേ? അമ്മ ഒറ്റയ്ക്കായോണ്ടും അവിടെ +1 +2 ഇല്ലാത്തത് കൊണ്ടും അമ്മയുടെ കൂടെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അന്നോട്ട് ഞാനും എൻ്റെ അമ്മയും റേഷൻ അരിയാണ് കഴിക്കുന്നത്. പല ദിവസവും പച്ചവെള്ളം കുടിച്ചിട്ട് ഞാനും എൻ്റെ അമ്മയും പച്ചവെള്ളം കുടിച്ച് പല ദിവസങ്ങളും കഴിയും അല്ലേ?